നമസ്കാരം. ഇന്ന് നമ്മൾ പ്രവേശിക പുസ്തകത്തിലെ ആദ്യത്തെ ഭാഗമായ ആധുനിക് പദ്യ, അതിൽ ഒന്നാമത്തെ പാഠം മനുഷ്യത എന്നുള്ള കവിതയെക്കുറിച്ചാണ് പഠിക്കുന്നത്. മനുഷ്യത എന്നുള്ള കവിത എഴുതിയിരിക്കുന്നത് ശ്രീ മൈഥിലി ശരൺഗുപ്ത് ജിയാണ്. ക്വസ്റ്റ്യൻ 1. പ്രശ്നോം കെ ഉത്തർ ഏക് യാ ദോ വാക്യമേ ലിഖിയേ. തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ഒന്നോ രണ്ടോ വാക്യത്തിൽ എഴുതുക, അതായത് സെൻറ്റൻസിൽ എഴുതുക. കവി മൈഥിലി ശരൺഗുപ്ത് പശു പ്രവൃത്തി കിസേ കഹത്തെ ഹേ. കവി മൈഥിലി ശരൺഗുപ്ത് പശു പ്രവൃത്തി എന്ന് പറയുന്നത് ഏതിനെയാണ്? കവി മൈഥിലി ശരൺഗുപ്ത് അപ്നെ ലിയേ ജീനെ കി പ്രവൃത്തി കോ പശു പ്രവൃത്തി കഹത്തെ ഹേ. സ്വയം ജീവിക്കുക, അതിനെയാണ് പശു പ്രവൃത്തി എന്ന് പറയുന്നത്. മൃഗങ്ങൾ എപ്രകാരമാണ്? അവർക്ക് വേണ്ട തീറ്റ അവർ തന്നെ മേഞ്ഞു തിന്നുന്നു. അപ്രകാരമുള്ള ജീവിതത്തെയാണ് പശു പ്രവൃത്തി എന്ന് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ദദീജിനെ കിസ്കെ ലിയേ അപ്നെ അസ്ഥിജാൽ ദിയ. ദദീജി മഹർഷി ആർക്ക് വേണ്ടിയാണ് തൻ്റെ സ്പൈനൽ കോഡ് കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത്. ദദീജിനെ പരമാർത്ഥ കേലിയെ അപ്നെ, പരമാർത്ഥത്തിന് വേണ്ടി, അതായത് അതിനു വേണ്ടിയാണ് അസ്ഥിജാലം കൊടുത്തത്. കവി മൈഥിലി ശരൺഗുപ്ത് കെ വിചാർ മേ മനുഷ്യ കോൻ ഹേ. കവി മൈഥിലി ശരൺഗുപ്തൻ്റെ ചിന്തയിൽ മനുഷ്യൻ എന്നത് ആരാണ്? ജോ മനുഷ്യ കെ ലിയേ മർത്താ ഹേ വഹി മനുഷ്യ ഹേ. ആരാണോ മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് വേറൊരു മനുഷ്യന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്നത്, അവരെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. കവി മൈഥിലി ശരൺഗുപ്ത് കിൻകോ ഉദാർ മാൻതേ ഹേ. ആരെയാണ് ദയാമനസ്കൻ എന്ന് പറയുന്നത്? കവി മൈഥിലി ശരൺഗുപ്ത് അസീം വിശ്വമേ അഖണ്ഡ് ആത്മഭാവ് ബർണേവാലെ. ഈ വളരെയധികം അസീമമായി കിടക്കുന്ന ഈ ലോകത്തിൽ ആരാണോ അഖണ്ഡതയിലുള്ള ആത്മഭാവം നിറയ്ക്കുന്നത്, അതിനെയാണ് അദ്ദേഹം ഉദാർ അല്ലെങ്കിൽ ദയ എന്നുള്ള രീതിയിൽ ഇവിടെ പറയുന്നത്. ഭാഗം 2 കവി പരിചയ്. കവിയെക്കുറിച്ചിട്ടുള്ള പരിചയം. നാം, പേര് ശ്രീ മൈഥിലി ശരൺഗുപ്ത്. ജനനം 3/8/1886. സ്വർഗവാസ് എന്ന് വെച്ചാൽ മരണം 12/12/1964. ജന്മസ്ഥലം ചിർഗാവ്, ഝാൻസി ജില്ലയിൽ, ഉത്തർപ്രദേശ്. ശ്രീ മൈഥിലി ശരൺഗുപ്ത് കി ശിക്ഷാ ദീക്ഷ ഘർ പർ ഹി ഹുയി ഥി. ശ്രീ മൈഥിലി ശരൺഗുപ്തിൻ്റെ വിദ്യാഭ്യാസം വീട്ടിൽ തന്നെയായിരുന്നു. ഇൻകെ പിതാജി വ്രജഭാഷ കെ വിശിഷ്ട കവി ഥേ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വ്രജഭാഷയിലെ വിശിഷ്ടനായ, അതായത് പ്രത്യേകമായിട്ടുള്ളൊരു കവിയായിരുന്നു. കവിത ലിഖ്നെ കി പ്രേരണ ഇനെ അപ്നെ പിതാജി സെ മിലി ഥി. കവിത എഴുതുവാനുള്ള പ്രേരണ അദ്ദേഹത്തിന് തൻ്റെ അച്ഛനിൽ നിന്നുമാണ് ലഭിച്ചത്. സഫൽ കവി ഹോനെ കെ സാത്ത് സാത്ത് വേ സംസദ് കെ സദസ്യ ബി രഹ് ചുക്കേ ഥേ. വളരെ നല്ലൊരു കവിയോ ആയതിനോടൊപ്പം തന്നെ പാർലമെൻറ്റിലെ ഒരു മെമ്പറും കൂടിയായിരുന്നു ശ്രീ മൈഥിലി ശരൺഗുപ്ത്. സാഹിത്യക് പരിചയ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യം. മൈഥിലി ശരൺഗുപ്ത് രാഷ്ട്രകവി കെ നാം സെ പ്രചലിത് ഹേ. മൈഥിലി ശരൺഗുപ്ത് രാഷ്ട്രകവി എന്നുള്ള പേരിലാണ് പ്രചലിതമായിരിക്കുന്നത്. പണ്ഡിറ്റ് മഹാവീർ പ്രസാദ് ദ്വിവേദി പ്രേരണ പാക്കർ ഏക് കടി ബോലി മേ ലിഖ്നെ ലഗെ. പണ്ഡിറ്റ് മഹാവീർ പ്രസാദ് ദ്വിവേദിയുടെ പ്രേരണ നേടിയതുകൊണ്ട് അദ്ദേഹം ഖടി ബോലിയിൽ എഴുതുവാനായി തുടങ്ങി. സമ്പൂർണ്ണ ഭാരത് മേം ദേശഭക്തി ഭാവന ജഗാനെ മേം യേ കാബിൽ രഹേ. മുഴുവൻ ഭാരതത്തിലും ദേശഭക്തിയുടെ ഭാവന ഉണർത്തുന്നതിന് അദ്ദേഹം വളരെ വലിയ യോഗ്യനായിരുന്നു. ദേശ് ഭക്തി കെ സാത്ത് നാരി മുക്തി തഥാ ശക്തി പർ ഭി യേ പ്രകാശ് ഡാൽ കർത്തേ ഥേ. ദേശഭക്തിയോടൊപ്പം തന്നെ സ്ത്രീകളുടെ മോചനത്തിനും ശക്തിക്കും വേണ്ടി വളരെയധികം നല്ല രീതിയിൽ ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇൻകി ശബ്ദ ശക്തി അപാർ ഹേ. വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം കഴിവോടുകൂടിയായിരുന്നു. ശബ്ദ ചയൻമേ ഇൻകി ബരാബരി യഹി കർത്തേ. ശബ്ദങ്ങൾ, വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നതിനും അദ്ദേഹം വളരെയധികം താരതമ്യം കാണിച്ചിരുന്നു. ഭാഷ സരൾ സുബോധ് തഥാ ആകർഷക് ഹേ. ഭാഷ സരളവും വളരെയധികം ലളിതവും ആകർഷകവുമാണ്. ശൈലി രുചികർ തഥാ രോമാഞ്ചക് ഹേ. അദ്ദേഹത്തിൻ്റെ ശൈലി വളരെയധികം ഇഷ്ടപ്പെടുന്നതും രോമാഞ്ചവുമാണ് എന്നാണ് പറയുന്നത്. രചനകൾ അദ്ദേഹത്തിൻ്റെ ഭാരത് ഭാരതി, സാഖേത്, യശോധര, ജയദ്രഥവത്, ജയ് ഭാരതി, പഞ്ചവടി, ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. പുരസ്കാർ കിട്ടിയിരിക്കുന്ന
സമ്മാനങ്ങൾ അല്ലെങ്കിൽ പാരിതോഷികങ്ങൾ. ഹിന്ദി സാഹിത്യ സമ്മേളൻ കാ മംഗള പ്രസാദ് പാരിതോഷിക്. ഹിന്ദി സാഹിത്യ സമ്മേളനത്തിൻ്റെ മംഗള പ്രസാദ് എന്നുള്ള ഒരു പാരിതോഷിക് അല്ലെങ്കിൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഭാഗം 2-ൽ കവി പരിചയം എന്നുള്ള ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. അത് എഴുതുമ്പോൾ ഇത് എഴുതിയിട്ട് വേണം സാരാംശം എഴുതുവാനായിട്ട്. സാരാംശ് കവിതാ പരിചയം, കവിതയെക്കുറിച്ചിട്ടുള്ള പരിചയം. कवि श्री मैथिली शरण गुप्त के अनुसार अपने लिए जीने वाले മനുഷ്യ का ജീവൻ അനർത്ഥ ഹേ. കവി മൈഥിലി ശരൺ ഗുപ്ത് പറയുന്നതനുസരിച്ച് സ്വയം ആർക്കു വേണ്ടി ജീവിക്കുന്നുവോ അങ്ങനെയുള്ള മനുഷ്യൻ്റെ ജീവിതം അനർത്ഥമാണ്. മനുഷ്യത നാമ കവിത ഇസി വിഷയ പർ പ്രകാശ് ഡാൽത്തി ഹേ. മനുഷ്യത എന്നുള്ള കവിതയിൽ ഈ വിഷയത്തെക്കുറിച്ചാണ് ചിത്രീകരിക്കുന്നത്. അമർ കവി कहते हैं മനുഷ്യ ഏക് ന ഏക് ദിൻ ജരൂർ മർനെ വാല ഹേ. കവി പറയുന്നത് ഇതാണ്: മനുഷ്യൻ എന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ദിവസം തീർച്ചയായും മരിച്ചു പോകും. മൃത്യു സെ ഡർനെ കി കോയി ജരൂരത് നഹി. മരണത്തെ പേടിക്കേണ്ട ആവശ്യം ഇല്ല. മനുഷ്യക്കോ മർനെ കെ പഹലെ കുച്ച് ഐസാ കാര്യ കർക്കെ ജാന ചാഹിയെ. മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് ഇപ്രകാരം കുറച്ച് കാര്യങ്ങൾ ചെയ്തിരിക്കണം. ജിസ്സെ ഉസ്കാ നാം ഇസ് ജഗത് മേ സതാ കെ ലിയെ അമർ ബനെ. എന്നെന്നും അവരുടെ പേര് ഈ ലോകത്ത് ഓർമ്മിക്കുമാറായിരിക്കണം. ജോ അപ്നെ ലിയെ നഹീം ജീക്കർ ദൂസരോं की भलाई के लिए जीता है वह मर के भी अमर है. ആരാണോ തനിക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നത് അവർ മരിച്ചാലും എന്നും മരിക്കാത്തവരായിരിക്കും. അതായത് മനുഷ്യ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്നെ ആപ്കെ ലിയെ ജീന अपने परिवार के मात्र के लिए जीना സ്വാർത്ഥത में ഡൂബേ രഹന മനുഷ്യക്ക് പ്രവൃത്തി നഹി. സ്വയത്തിന് വേണ്ടി ജീവിക്കുക, തൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുക, സ്വാർത്ഥതയിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുക, ഇതൊരിക്കലും മനുഷ്യൻ്റെ പ്രവൃത്തിയിൽപ്പെടുന്നതല്ല. വഹ്തോ പശു പ്രവൃത്തി ഹേ. അത് മൃഗത്തിൻ്റെ ജോലിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മരാ നഹി വഹി കി ജോ ജിയാന ആപ്കെ ലിയെ ഉദാർ. कवि उदार का महत्व समझाते हुए लिखते हैं कि ഉദാർ की महिമ അതുലനീയ ഹേ. ദയ എന്നുള്ളതിൻ്റെ മഹിമ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കവി ദയയുടെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നത് ഇപ്രകാരമാണ്: ദയയുടെ മഹിമ ഒന്നിനും താരതമ്യപ്പെടുത്തുവാനായി കഴിയില്ല. ഉദാർ की കഹാനി का വർണ്ണൻ മാം സരസ്വതി കുത് കർത്തി ഹേ. ദയയുടെ ആ കഥയുടേതായിട്ടുള്ള വർണ്ണൻ സരസ്വതി സ്വയം ചെയ്യുന്നു. യ ധർത്തി ബി ഉദാരത കോഹി കൃതാർത്ഥിയ ധന്യഭാവ് മാനത്തി ഹേ. ഭൂമിയുടെ ആ ദയയെയും ആ നന്ദിയെയും ധന്യഭാവത്തിൽ കണക്കാക്കുന്നു. ഉദാർ ഭാവന की कीर्ति का गायन इस दुनिया की संपूर्ण जीव जंतु तथा अन्य പദാർത്ഥ കർത്തേ ഹേ. ദയയുടെ ആ ഭാവനയുടെ കീർത്തിയെക്കുറിച്ചിട്ടുള്ള ആ പാട്ടുകൾ ഈ ലോകത്ത് മുഴുവൻ ജീവജന്തുക്കളും മറ്റുള്ള പദാർത്ഥങ്ങളും ചെയ്യപ്പെടുന്നു. സാരി സൃഷ്ടി ഉദാർക്കി പൂജാകർത്തി. ആർക്കാണോ ദയുള്ളത് അവരോട് ഈ സൃഷ്ടി മുഴുവൻ വളരെയധികം അവരെ പൂജിക്കുന്നു. ഗുപ്തജി അസീം വിശ്വമേം അഖണ്ഡ് ആത്മഭാവ് ഭർണേവാലേക്കോ ഉദാർ മാനത്തെ. ഗുപ്തജി ഈ അതിരില്ലാത്ത ലോകത്തിൽ അഖണ്ഡമായി അതായത് പരിപൂർണമായി ആത്മഭാവം നിറയ്ക്കുന്നവരാരാണോ അവരെയാണ് ഉദാർമതികളെന്ന് പറയുന്നത്. ഉസി ഉദാർക്കോ സമസ്ത സൃഷ്ടി പൂജിത്തി. മഹാൻ ദാനി ഭാരത് കാ ഇതിഹാസ് മഹാനതാവും സെ ഭരാ പടാ ഹെ. ഭാരതത്തിൻ്റെ ചരിത്രം മഹാനതകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. രതിദേവിനെ അപ്നെ ഭോജൻ കി ദാലി ഏക് ഭൂക്കെ കി ഭൂക്ക് മിട്ടാനെ കെ ലിയെ ദാൻ ദി. രതിദേവ് തൻ്റെ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് തന്നെ ഒരു വിശന്നിരിക്കുന്ന വ്യക്തിക്ക് വിശപ്പ് അകറ്റാൻ വേണ്ടി ദാനമായി കൊടുത്തു. असुरों का अंत तथा सुरों के सुगमय जीवन के लिए दद्दी जी ने अपना अस्थिजाल इंद्र को दान के रूप में दिया. അസുരന്മാരുടെ അവസാനവും ദേവന്മാരുടെ സുഖമയമായ ജീവിതത്തിനു വേണ്ടി ദദീജി മഹർഷി തൻ്റെ അസ്ഥിജാൽ തന്നെ ഇന്ദ്രന് ദാനമായി കൊടുക്കുകയാണ് ചെയ്തത്. ഉഷീനർ കാ രാജ അപ്ന ശരീർ കാ മാംസ് ദാൻമേം ദിയ. ഉഷീനറിലെ രാജാവ് തൻ്റെ ശരീരത്തിൻ്റെ മാംസം ദാനമായി കൊടുത്തു. മഹാബലി കർണനെ അപ്ന ശരീർ സെ സട്ടെ കവച കുണ്ടൽ ദാൻമേം ദിയ. മഹാബലി കർണൻ തൻ്റെ ശരീരത്തിൻ്റെ കവചകുണ്ടലങ്ങൾ ദാനമായി കൊടുത്തു.
യഹ് ദേഹ അനിത്യ ഹേ, ഈ ദേഹം അനിത്യമാണ്, നിലനിൽക്കുന്നതല്ല. ഔർ ഇസ് അനിത്യ ദേഹ് കി രക്ഷാ കെ ലിയെ മനുഷ്യ ക്യോം ഡരെ, ഈ നിലനിൽക്കാത്ത ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് പേടിക്കുന്നത്. കവി കെ അനുസാർ വഹി മനുഷ്യ ഹേ ജോ മനുഷ്യ കെ ലിയെ മർത്ത, കവി പറയുന്നതനുസരിച്ച് ഇവരാണ് മനുഷ്യൻ, ആരാണോ മനുഷ്യന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നത്. സഹർഷ വീർ കർണനെ ശരീർ ചർമ്മ ബി ദിയ, സഹാനുഭൂതി. കവി കെ അനുസാർ സഹാനുഭൂതി ഹി മഹാവിഭൂതി ഹേ, ദയ എന്നുള്ളതാണ് വളരെ വലിയ ഒരു വിഭൂതി എന്ന് പറയുന്നത്. യഹി സദാ വശീകൃത ഹേ, അത് ആ ദയ കാണിക്കുമ്പോൾ നമ്മളെ ആകർഷിക്കപ്പെടുന്നു. പ്രാണിയോം കെ ഹൃദയമേ അന്യ പ്രാണിയോം കെ പ്രതി സദാ സഹാനുഭൂതി സ്വയം ഹി ബരി പടി ബര പടാ ഹേ, ജീവജാലങ്ങളുടെ പ്രാണിയോം കെ ഹൃദയമേം അന്യ പ്രാണിയോം കെ പ്രതി സദാ സഹാനുഭൂതി സ്വയം ഹി ബരി പടി ഹേ, ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ മറ്റുള്ള ജീവജാലങ്ങളെ കുറിച്ച് എന്നും ദയ സ്വയം ഉണ്ടാക്കി എടുക്കണം. ബുദ്ധ ജയ്സെ മഹാത്മാവും കെ ബി കൈ ശത്രുതേ, ബുദ്ധനെ പോലെയുള്ള മഹാത്മാക്കൾക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഉൻകി ദയ ദൃഷ്ടി കെ സാമനെ ഉൻകെ ജുക്നപട, ആ ദയ മനസ്കത കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ തലകുനിക്കുകയും ചെയ്തു. ലോഗ് ബി സദാ സഹാനുഭൂതി കെ സാമനെ ജുക്കി ഹി ജാത്തെ ഹേ, ജനങ്ങൾ എല്ലായ്പ്പോഴും ദയയുടെ മുന്നിൽ തലകുനിച്ചു പോകുന്നു. ഗുപ്തജി കഹത്തെ ഹേ പരോപകാർ ജോ കർത്താ ഹേ വഹി ഉദാർ ഹേ, ആരാണോ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നത് അവരാണ് ദയാമനസ്കർ. മനുഷ്യ കെ ലിയെ ജോ മർത്തേ ഹേ വേഹി അസൽ മേ മനുഷ്യ ഹേ, മനുഷ്യന് വേണ്ടി ആരാണോ മരിക്കാൻ തയ്യാറാകുന്നത് അവരാണ് ശരിയായ മനുഷ്യനെന്ന് പറയപ്പെടുന്നു. സഹാനുഭൂതി ചാഹിയെ മഹാവിഭൂതി ഹി യഹി, വിശേഷത. മനുഷ്യത എന്നുള്ള കവിതയുടെ വിശേഷതയെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യത മനുഷ്യക്കെ സദ്ഗുണവും ബർണേക്കെ ലിയെ ലിഖി ഗയി കവിത ഹേ, മനുഷ്യത എന്നുള്ളത് മനുഷ്യൻ്റെ നല്ല ഗുണങ്ങൾ നിറയ്ക്കുന്നതിന് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. ഗുപ്തജിക്ക് ഇസ് കവിതാമേ മനുഷ്യത പർ പ്രകാശ് ഡാലാ ഗയ, ഗുപ്തജിയുടെ ഈ കവിതയിൽ മനുഷ്യതയെക്കുറിച്ചാണ് ചിത്രീകരിക്കുന്നത്. കവി സബ്കോ സമജാന ചാഹത്തെ ഹേ കി ഉദാരത ദാനശീലത സഹാനുഭൂതി ആദി മഹാൻ ഗുണോം സേ ഹി മനുഷ്യ ബൻ സക്ത, കവി എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇതായിരുന്നു. ദയയും ദാനശീലവും സഹാനുഭൂതിയും ആരിലാണോ ഉള്ളത് അങ്ങനെയുള്ള മഹാൻ ഗുണങ്ങൾ ഉള്ളവരെയാണ് മനുഷ്യനായി തീർക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കവി ഇതിലൂടെ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, സന്ദർഭ സഹിത് ഭാവ് സമജായിയെ, ആശയം വിശദമാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, विचार लो कि मर्त्य हो न मृत्यु से डरो कभी, मरो परंतु यो मरो की याद जो करें सभी। हुई न यो सुमृत्यु तो वृद्धा मरे वृद्धा जिए, मरा नहीं वही की जो जिया न आपके लिए। वही पशु प्रवृत्ति है कि आप ही चरे, वही मनुष्य है कि जो मनुष्य के लिए मरे। कविता का नाम मनुष्यता, कवि का नाम श्री मैथिली शरण गुप्त. സന്ദർഭസഹിത ഭാവം എഴുതുന്ന സമയത്ത് ആദ്യം കവിതയെക്കുറിച്ചും കവിയെക്കുറിച്ചും എഴുതിയതിന് ശേഷം വേണം ബാക്കിയുള്ള സന്ദർഭവും ഭാവവും എഴുതുവാനായിട്ട്. संदर्भ, यह पद्यांश श्री मैथिली शरण गुप्त രചിത മനുഷ്യത നാമക് കവിത സെ ദിയ ഗയാ ഹെ. ഈ മുകളിൽ തന്നിരിക്കുന്ന പദ്യഭാഗം ശ്രീ മൈഥിലി ശരൺ ഗുപ്ത് രചിച്ചിരിക്കുന്ന മനുഷ്യത എന്നുള്ള കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. कवि श्री मैथिली शरण गुप्त के अनुसार अपने लिए जीने वाले का जीवन अनर्थ है, उससे मृत्यु बेहतर है. സ്വയം ആർക്ക് വേണ്ടി സ്വന്തം കാര്യം നോക്കാൻ മാത്രം ആരാണോ ജീവിക്കുന്നത് ആ ജീവിതം അനർത്ഥമാണ്, അർത്ഥവത്തില്ലാത്തതാണ്, അതിനേക്കാൾ നല്ലത് മരണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കവിതയുടെ ഭാവം അതായത് അർത്ഥം, കവി कहते हैं कि മനുഷ്യ ഏക് ന ഏക് ദിൻ ജരൂർ മർനെ വാല ഹേ. മനുഷ്യൻ ഒരു ദിവസം എന്തായാലും ഈ ലോകത്തോട് വിട പറയും, അതല്ലെങ്കിൽ മരിച്ചു പോകും. മനുഷ്യക്കോ മർനെ കെ പഹലെ കുച്ച് ഐസാ കാര്യ കർക്കെ ജാന ചാഹിയെ ജിസ്സെ ഉസ്കാ നാം ഇസ് ജഗത്ത് മേ സദാ കെ ലിയെ അമർ ബനെ. മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് കുറച്ച് ഇങ്ങനെയുള്ള പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. അവരുടെ പേര് എന്നും ഈ ലോകത്ത്
ഓർമ്മയിൽ ഇരിക്കുന്നതാകണം. जो अपने लिए नहीं जीकर दूसरों की भलाई के लिए जीता है वह मर के भी अमर है. ആരാണോ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നത് അവർ മരിച്ചു പോയാലും എന്നും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ജീവനോടെ ഇരിക്കുന്നവരായിരിക്കും. अपने आप के लिए जीना, अपने परिवार मात्र के लिए जीना, स्वार्थता में डूबे रहना मनुष्य की प्रवृत्ति नहीं है. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടിയും സ്വാർത്ഥതയിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യൻ ഒരിക്കലും യോജിച്ച പ്രവൃത്തി അല്ല. വഹ്തോ പശു പ്രവൃത്തി ഹേ, അതാണ് മൃഗീയമായ പ്രവൃത്തി അല്ലെങ്കിൽ മൃഗങ്ങളെ പോലെ ജീവിക്കുക എന്ന് പറയുന്നത്. വിശേഷത മനുഷ്യമേ മാനവത തഥാ മഹാനത കോ ജന്മ ദേന കവി കാ ഉദ്ദേശ് രഹാ ഹേ. മനുഷ്യന്മാരിൽ മനുഷ്യത്വത്തിൻ്റെയും മഹാനതയും ഉണർവ് വരുത്തുക, അതാണ് കവി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കവി കാ യ വിചാർ സരാഹനീയ മാതൃനഹി അനുകരണീയ ബീഹേ. കവിയുടേത് ദയ മാത്രമല്ല അനുകരണശീലവും കൂടിയാണ്. ഇത് എല്ലാവരും കൊണ്ടു നടത്തണം എന്നുകൂടിയാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. क्षुद्रार्थ रतिदेव ने दिया करस्त धाल भी तथा ददीजे ने दिया परार्थ अतिजाल भी. हुशीनर क्षितिज ने स्वमांस दान भी किया, सहर्ष वीर करने शरीर चर्म भी दिया. अनित्य देह के लिए अनादि जीव क्या डरे, वही मनुष्य है कि जो मनुष्य के लिए मरे. കവിതയുടെ പേര് മനുഷ്യത, കവിയുടെ പേര് ശ്രീ മൈഥിലി ശരൺ ഗുപ്ത. ഇത് എല്ലാ ചോദ്യങ്ങൾക്കും എഴുതുമ്പോൾ ഇത് രണ്ടും എഴുതേണ്ടതാണ്. കവിയെക്കുറിച്ച് വർണ്ണിക്കേണ്ടതും ആവശ്യമാണ്. സന്ദർഭം യह പദ്യം ശ്രീ മൈഥിലി ശരൺ ഗുപ്ത രചിത് മനുഷ്യത നാമക കവിത സേ ദിയാ ഗയാ ഹേ. ഈ പദ്യഭാഗം ശ്രീ മൈഥിലി ശരൺ ഗുപ്ത രചിച്ച മനുഷ്യത എന്നുള്ള കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. കവി ശ്രീ മൈഥിലി ശരൺ ഗുപ്ത के अनुसार अपने लिए जीने वाले का जीवन अनर्थ है, उससे मृत्यु बेहतर है. കവി പറയുന്നതനുസരിച്ച് സ്വയത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ ജീവിതം അർത്ഥമില്ലാത്തതും മരണത്തിന് തുല്യവുമാണ് എന്നാണ് പറയുന്നത്. ഭാവ് ഭാരത് കാ ഇതിഹാസ് മഹാനതാവും സേ ബരാപടാ ഹേ. ഭാരതത്തിൻ്റെ ചരിത്രം മഹാനതകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. രതിദേവിനെ അപ്നെ ഭോജൻ കി ദാലി ഏക് ഭൂക്കെ കി ഭൂക്ക് മിട്ടാനെ കെ ലിയെ ദാൻ ദി. രതിദേവ് തൻ്റെ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് ഒരു വിശന്നിരിക്കുന്ന വ്യക്തിക്ക് ദാനം ചെയ്തു. അസുരോം കാ അന്ത് തഥാ സുരോം കെ സുഖമായി ജീവൻ കെ ലിയെ ദദീജിനെ അപ്ന അസ്ഥിജാൽ ഇന്ദ്ര കോ ദാൻ കെ രൂപമേ ദിയ. അസുരന്മാരുടെ അവസാനത്തിനും ദേവന്മാരുടെ സുഖമയമായ ജീവിതത്തിനും വേണ്ടി ദദീജി മഹർഷി തൻ്റെ അസ്ഥിജാലം തന്നെ ഇന്ദ്രന് ദാനമായി നൽകി. ഉശീനർ കാ രാജ അപ്നെ ശരീർ കാ മാംസ് ദാൻ മേ ദിയ. ഉശീനറിലെ രാജാവ് തൻ്റെ ശരീരത്തിലെ മാംസം തന്നെ ദാനമായി നൽകി. മഹാബലി കർണനെ അപ്നെ ശരീർ സേ സട്ടെ കവച കുണ്ടൽ ദാൻ മേ ദിയ. മഹാബലി കർണൻ തൻ്റെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന കവച കുണ്ടലങ്ങൾ ദാനം നൽകി. യഹ് ദേഹ അനിത്യ ഹേ ഔർ ഇസ് അനിത്യ ദേഹ കി രക്ഷാ കെ ലിയെ മനുഷ്യ ക്യോം ഡരെ. ഈ ദേഹം എന്നും അനിത്യമാണ്, അതായത് എന്നും നിലനിൽക്കുന്നതല്ല. ഈ നിലനിൽക്കാത്ത ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് പേടിക്കുന്നത്? കവി കെ അനുസാർ വഹി മനുഷ്യ ഹേ ജോ മനുഷ്യ കെ ലിയെ മർത്താ ഹേ. കവി പറയുന്നതനുസരിച്ച് ആരാണ് മനുഷ്യൻ എന്നാണ് പറയുന്നത്. ഏതൊരു മനുഷ്യനാണോ മനുഷ്യന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നത്, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നത്, അവരെയാണ് മനുഷ്യനെന്ന് പറയുന്നത്. വിശേഷത മനുഷ്യ മേ മാനവത തഥാ മഹാനത കോ ജന്മദേന കവി കാ ഉദ്ദേശ് ഹേ. മനുഷ്യന്മാരിൽ മനുഷ്യത്വവും മഹാനതയും കൊണ്ടുവരിക എന്നുള്ളതാണ് കവിയുടെ ഉദ്ദേശം. കവി കാ യ വിചാർ സരാഹനീ മാത്രനഹി അനുകരണീ ബിഹേത്. ദയയുടെ മാത്രമല്ല അനുകരണീയം, മറ്റുള്ളവർ അതിനെ അനുകരിക്കുക എന്നുള്ളതും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. നന്ദി.